ഇതുപോലെ ഇപ്പൊ തുടങ്ങും. നാളെ വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ ജുമാ നിസ്കരിക്കണ്ട എന്ന് പറയാൻ ഒരു കൂട്ടരോർക്കും. എല്ലാം മുടക്കുകയാണ്, മുടക്കികളുടെ ഒരു ലോകം. അങ്ങനെ നമ്മൾ മുടക്കികളാകാൻ പാടില്ല. വെള്ളിയാഴ്ച ജുമാ നിസ്കാരം നിർബന്ധമാണ്. പെരുന്നാൾ നിസ്കാരം നമുക്ക് സുന്നത്ത് മുഅക്കദത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കരിക്കുകയും വേണം, അതോടുകൂടെ തന്നെ ജുമഅയും നിസ്കരിക്കണം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് മദീന ശരീഫിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ, അവർ ആ നാട്ടുകാരാണ്. ആ മദീന ശരീഫിൽ ജീവിക്കുന്ന ആളുകൾക്ക്, അവിടെയുള്ളവർക്ക് ജുമഅ നിർബന്ധമാകും. എന്നാൽ മദീനയുടെ അപ്പുറത്ത്, ആ നാട്ടിന്റെ അപ്പുറത്ത് കുറെ ദൂരെ താമസിക്കുന്നവരുണ്ട്. നമ്മളെ ഇവിടെയും നമ്മളെ അറേബ്യൻ നാടുകളുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അത് പെട്ടെന്ന് ചിലപ്പോ അറേബ്യൻ നാടുകളിൽ പോകാത്തവർക്ക് മനസ്സിലാവില്ല. ഒരു സ്ഥലത്ത് ഒരു നാട്, ആ പ്രദേശത്ത് കുറെ ജനങ്ങൾ, അത് കഴിഞ്ഞാൽ പിന്നെ കുറെ സ്ഥലം മരുഭൂമിയായിരിക്കും, ഒന്നും ഒരാളും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നൊരു നാട്, അത് കഴിഞ്ഞിട്ട് പിന്നൊരു നാട്, കുറെ സ്ഥലം കാലി, ഇങ്ങനെയാണ്. അങ്ങനെ വരുമ്പോ ഈ നാട്ടിന്റെ അങ്ങേ തലക്ക് ഇവിടെ ജുമയുണ്ട്, ആ തലക്കുന്ന് ബാങ്ക് കൊടുത്താൽ ഈ മരുഭൂമിയുടെയും അപ്പുറത്തെ നാട്ടിൽ ജീവിക്കുന്ന താമസിക്കുന്ന ആളുകൾക്ക് ബാങ്ക് കേൾക്കുമെങ്കിൽ അവരിങ്ങോട്ടേക്ക് ജുമയ്ക്ക് വരേണ്ടി വരും. അവിടെ 40 ആളുകളില്ലെങ്കിൽ അവരിവിടെ വരേണ്ടി വരും. ഇനി അവിടെ അവർക്ക് ഒരു പ്രത്യേക നാടായി തന്നെ ഉണ്ടെങ്കിൽ അവിടെ ജുമ സ്ഥാപിക്കേണ്ടി വരും. അങ്ങനെ ദൂരങ്ങളിൽ താമസിക്കുന്നവർ, ഇന്നത്തെ കാലം പോലെ സൈക്കിളും എടുത്ത് അതുപോലെ കാറും എടുത്ത് വരുന്ന കാലമല്ല, നടന്നു വരികയാണ്, മണിക്കൂറുകൾ നടന്നു വരികയാണ്, മരുഭൂമിയിലൂടെ നടന്നു വരികയാണ്. അങ്ങനെ മരുഭൂമിയിലൂടെ അതുപോലെ മലയും മറ്റൊക്കെ താണ്ടി നടന്നു വരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മദീനയിൽ ജുമയുണ്ട്. അവിടത്തേക്ക് മദീനയുടെ പുറത്തുള്ള സ്ഥലത്തു നിന്ന് വളരെ കഷ്ടപ്പെട്ട് വരുന്നു പെരുന്നാൾ നിസ്കരിക്കാൻ. അവരിനി പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി തിരിച്ച് വീണ്ടും പള്ളിയിലേക്ക് വരിക എന്ന് പറയുന്നത് അതവർക്ക് എടുക്കാൻ കഴിയാത്ത സംഗതിയാണ്. അങ്ങനത്തെ ഒരു ചുറ്റുപാടുള്ള നാട്ടിന്റെ അഥവാ ജനങ്ങൾ താമസിക്കുന്ന രാജ്യത്തിന്റെ പുറം സ്ഥലത്ത് പോയി താമസിക്കുന്ന കക്ഷികളോട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ ഇനി നിങ്ങൾ ജുമഅക്ക് കഷ്ടപ്പെട്ട് വരേണ്ടതില്ല എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള സ്ഥലത്ത് അവർക്ക് ജുമഅ ഒഴിവാക്കാം എന്ന് ശാഫിഈ മദ്ഹബിലും ഉണ്ട്. നമ്മളെ നാട്ടിൽ അങ്ങനത്തെ ഒരു പ്രദേശം തന്നെ ഇല്ല. നമ്മളെ കേരളത്തിലൊന്നും അങ്ങനെ ഒരു പ്രദേശം തന്നെ ഇല്ല. ആളുകൾ താമസിക്കാത്ത ഒരു നാടോ അതുപോലെ ദൂരെ നിന്ന് നടന്നു വരേണ്ട ഒരു പ്രശ്നമോ ഒന്നുമില്ല. അതുകൊണ്ട് ആ ഒരു സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ ഫർളായ ജുമഅ പെരുന്നാളിന്റെ അന്ന് നഷ്ടപ്പെടുത്തുന്ന ആളുകളെക്കാൾ വലിയ അക്രമികൾ വേറെ ആരാണ്? അല്ലാഹുവിന്റെ ദീനിനോട് അക്രമം ചെയ്യുന്നവർ. മുഅ്മിനീങ്ങൾ അത്തരത്തിലുള്ള ഒന്നിലും പെട്ടുപോകരുത്. ഇതുപോലെ ഞാനിപ്പോ നീട്ടി സംസാരിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഞാൻ എപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ്, ബറാത്തിന്റെ അന്നൊരു നോമ്പെടുക്കുക. എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ കാര്യമാണ്. നോമ്പെടുക്കൽ സുന്നത്താണെന്ന് മാത്രമല്ല, അതെ വേറെ വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജുമഅക്ക് വരണ്ടില്ലായിരുന്നു, ഒരു ദൂർ നിസ്കരിക്കണം എന്നാണ് അവിടെ നമ്മുടെ മദ്ഹബ് അനുസരിച്ച്. വേറെ ചില അഭിപ്രായങ്ങളൊക്കെ വേറെ ഉണ്ട്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അത് നാട്ടിലേക്ക് ഒരു നിലക്കും ഇവിടെ ജുമഅക്ക് പങ്കെടുക്കാൻ കഴിയാത്തവരെ സംബന്ധിച്ച് പറഞ്ഞാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ജുമഅയുള്ള സ്ഥലത്ത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു വന്നത്, ബറാത്തിന്റെ അന്ന് എല്ലാ മാസത്തിലും 15-ന് നോമ്പെടുക്കൽ സുന്നത്താണ്. ബറാത്തിന്റെ അന്നോ അന്ന് ശഅബാൻ 15 ആയതുകൊണ്ട് 2 അഡ്രസ് ഉണ്ട് അന്നത്തെ നോമ്പിന് എന്നാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ബറാത്തിന്റെ ദിവസമായതുകൊണ്ടും നോമ്പ് സുന്നത്താണ്, എല്ലാ മാസത്തിലും 15 ആയതുകൊണ്ടുള്ള സുന്നത്ത് അത് വേറെയുണ്ട്. അങ്ങനെ സുന്നത്തിന് കട്ടി കൂടുന്നുണ്ട് എന്നാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ പിന്നെ ബറാത്തിന് നോമ്പ് സുന്നത്തില്ല എന്ന് പറയാൻ ആർക്കാണ് അധികാരം? ഇതുപോലെ റജബ് 27 എല്ലാ മാസവും 27 നോമ്പ് സുന്നത്താണ്. അതിന്റെ പുറമെ മിഅ്റാജ് ദിനമായതുകൊണ്ട് തന്നെ അന്ന് നോമ്പ് സുന്നത്താണ് എന്ന് എത്രയോ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, മുഅക്കദമായ സുന്നത്താണ് മിഅ്റാജ് ദിനം എന്ന് തന്നെ ഇമാമികൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതില്ലാന്ന് എങ്ങനെ പറയാം?
അപ്പൊ നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോ അത് മുടക്കാനല്ലല്ലോ പോകേണ്ടത്, ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ പ്രചോദനം നൽകാനല്ലേ പണ്ഡിതന്മാർ തയ്യാറാകേണ്ടത്. ഇരിക്കട്ടെ, ഇപ്പൊ ഞാനത് പറഞ്ഞ ഇപ്പോഴത്തെ ഈ സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പെരുന്നാൾ വന്നാൽ ആ പെരുന്നാളിന് നമ്മൾ ചെയ്യേണ്ടത് പടക്കം പൊട്ടിക്കലല്ല, അല്ലെങ്കിൽ അനാവശ്യമായ സംസാരങ്ങളല്ല, ചൊറ പറഞ്ഞ് നേരം പൊക്കലല്ല. മറിച്ച് പെരുന്നാൾ രാവിലും പകലിലും ഇമാമ് ഇഹ്റാം ചെയ്യുന്നത് വരെ അഥവാ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്നത് വരെ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് തക്ബീറാണ്. അത് അഫ്ലഹ മൻ തസക്കാ വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ലാ. അത് അഫ്ലഹ മൻ തസക്കാ. അതിന് ഒരുപാട് തഫ്സീറുകളുണ്ട്. സ്വയം തന്നെ എല്ലാ തെറ്റുകളിൽ നിന്നും ശുദ്ധമായി നല്ല ജീവിതം നയിച്ചവൻ വിജയം കൈവരിച്ചു. ഒരു തഫ്സീറാണ്. വേറൊരു തഫ്സീർ പെരുന്നാളിന് ഫിത്ർ സക്കാത്ത് കൊടുത്തവൻ വിജയം കൈവരിച്ചു. ഫിത്ർ സക്കാത്ത് നിർബന്ധമായ ഒരു കാര്യമാണ്. അത് ഭക്ഷ്യവസ്തുവാണ് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം, നമ്മളെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ളവരുടെ എല്ലാം ഫിത്ർ സക്കാത്ത് നമുക്ക് നിർബന്ധമാണ്. അത് കൃത്യമായി കൊടുക്കണം. അത് പെരുന്നാള് രാവിലെ തന്നെ കൊടുക്കാം. ഏറ്റവും നല്ലത് സുബഹി നിസ്കരിച്ച ഉടനെ കൊടുക്കലാണ്. അത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് കൊടുത്ത് വീട്ടണം. ശേഷമാകുന്നത് നല്ലതല്ല. ഇനി ഏതെങ്കിലും കുടുംബത്തിൽപ്പെട്ടവർക്കോ അയൽവാസികൾക്കോ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എത്താൻ വേണ്ടി അദ്ദേഹത്തിന് വീട്ടിൽ ആളില്ലിപ്പോ കുറച്ച് കഴിഞ്ഞാലേ എത്തുള്ളൂ, അപ്പൊ എത്തിച്ചു കൊടുക്കാൻ വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചാൽ കുഴപ്പമില്ല. ഏതായിരുന്നാലും ഫിത്ർ സക്കാത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്, നിർബന്ധമാണ്. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട നിർബന്ധമാണ് ഫിത്ർ സക്കാത്ത്. ഇബ്നുൽ ലബ്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ സുന്നത്താണെന്ന അഭിപ്രായം പരിഗണനീയമല്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫിത്ർ സക്കാത്ത് അത് നിർബന്ധമായും നമ്മൾ കൊടുക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. തുഹറത്തുൽ ലിസ്സായിം, നമ്മൾ നോമ്പെടുത്തു, ആ നോമ്പ് ഒന്നുകൂടി ഫിൽട്ട് ചെയ്യാനുള്ളതാണ് ഫിത്ർ സക്കാത്ത്. നോമ്പിൽ എന്തെങ്കിലും അനാവശ്യങ്ങളോ മോശങ്ങളോ വന്നെങ്കിൽ അതൊരു വല്ലാത്ത ഇബാദത്താണല്ലോ. ആ ഇബാദത്തിനിടയിൽ പറ്റാത്തത് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ അതും കൂടി ഒന്ന് ഫിൽട്ട് ചെയ്യാനുള്ള ഒരു അമലാണ് ഫിത്ർ സക്കാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതെല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. കഴിയുന്നതും ഫിത്ർ സക്കാത്ത് അർഹതപ്പെട്ടവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അവർ വന്ന് വാങ്ങട്ടെ എന്നല്ല വിചാരിക്കണം, മറിച്ച് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കാനുണ്ട്. ഞാൻ അതാണ് പറഞ്ഞത്, ഇബാദത്തുകൾക്ക് ഭാരം കാണരുത്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടല്ലേ, അവിടുത്തോളം പോണ്ടിരില്ലേ. അതിനാണ് പഠിച്ചവൻ പ്രതിഫലം വെച്ചത്. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരുന്നു, ഓരോ ചവിട്ടടിക്ക് പ്രതിഫല, ദോഷം പുറത്തു പോവാൻ, അമൽ കൂടുകയാണ്. നമുക്ക് ഇബാദത്തുകൾ ഭാരമായി തോന്നാൻ പാടില്ല. ഇബാദത്തുകൾ ഭാരമായി തോന്നാൻ പാടില്ല. ആളുകൾക്ക് ഇപ്പൊ എല്ലാം എളുപ്പത്തിലാണോ, എല്ലാം എളുപ്പമല്ലോ, ഇബാദത്തുകൾ എളുപ്പമാണോ. ചിലരൊക്കെ ധാരണ എങ്ങനെ, ഈ നിസ്കാരമൊക്കെ ഓൺലൈനിലായി കിട്ടിയാൽ നല്ല സുഖമായി എളുപ്പത്തിലാവുമല്ലോ. അങ്ങനല്ല, തക്ലീഫ് എന്നാണ് ഇബാദത്തിനെ സംബന്ധിച്ച് നമ്മളുള്ള കൽപ്പനയുടെ വിഷയം. പേരിനെ തക്ലീഫ്, കുറച്ച് പ്രയാസമുള്ളത് ഏറ്റെടുത്ത് ചെയ്യാനാണ് കൽപ്പന. അപ്പൊ നമ്മൾ എന്ത് വേണം, ഏറ്റെടുത്ത് ചെയ്യണം. അപ്പൊ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നമുക്ക് നിർബന്ധമാണ്. അത് വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾ അവർ വന്നിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമല്ല. അവരെ വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഫിത്ർ സക്കാത്തിന്റെ അരിയാണ് കൊടുക്കേണ്ടത്. ഞാൻ ഇതിന്റെ അടുക്ക് നമ്മളെ കൊറോണ കാലത്ത് ഈ കുറ്റ്യാടിക്കടുത്തുള്ള ഒരു പള്ളിയിലെ ഒരു ഖുത്ബ ഒരാൾ പിടിച്ചിട്ട് എനിക്ക് അയച്ചു തന്നു. അതിലുണ്ട് പറയുന്നു, കുറച്ച് കുരുമുളകും കുറച്ച് മല്ലിയും കുറച്ച് പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ. അങ്ങനെ ഇസ്ലാമിലില്ല കേട്ടോ. അങ്ങനെ ഒരു ഹദീസിലും ഇല്ല, ഖുർആനിലും ഇല്ല. ഖുർആനിൽ ഒരൊറ്റ ആയത്തിലും അങ്ങനെ പറഞ്ഞില്ല, ഒരു ഹദീസിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഭക്ഷ്യവസ്തുവാണ് കൊടുക്കേണ്ടത്. അത് അരിയും ഗോതമ്പും ഒക്കെയാണ് കൊടുക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അത്തരം ഭക്ഷ്യവസ്തുവല്ലാതെ ഇത്തരത്തിലുള്ള ഒരു സാധനവും, ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളോ നബി തങ്ങളുടെ ഹദീസിൽ പറഞ്ഞിട്ടില്ല, ഖുർആനിൽ പറഞ്ഞില്ല. അല്ലാഹു റസൂൽ പറഞ്ഞ പോലെ നടക്കണം. മിമ്പർ വന്ന് തോന്നിയാസം പറയുന്ന അനുസരിച്ചല്ല ദീന്. മിമ്പർ തോന്നിവാസം പറയാനുള്ളതല്ല, മിമ്പർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ളതാണ്. ആ വലിയ ഇബാദത്ത് നശിപ്പിച്ചു. മിമ്പർമ കയറിയിട്ട് തോന്നിവാസം പ്രസംഗിച്ച് നശിപ്പിച്ചു കുറെ ആളുകൾ. അല്ലാഹു തആല ആളുകൾക്കൊക്കെ ദീന് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ അങ്ങനെ പറയുമ്പോ ആളുകൾക്ക് തോന്നി ഇയാൾ ഇങ്ങനെ ചൂടാകുന്ന എന്താണ്, അള്ളാഹിന്റെ ദീന് കൊണ്ട് കളിക്കുമ്പോൾ അല്ലാത്ത ചൂടാ. നമ്മളെ വ്യക്തിപരമായിട്ട് 1000 ചീത്ത പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആഹൃത്ത് കിട്ടുന്നേ ഉള്ളൂ. നമ്മളെ വ്യക്തിപരമായിട്ട് ഒരാൾ കുറ്റം പറഞ്ഞാൽ നമുക്കൊരു ചൂടും ഉണ്ടാവില്ല. കാരണം അതിന് ചൂടിന്റെ യാതൊരു ആവശ്യമില്ല. നമുക്ക് ആഹൃത്തിലേക്ക് അത് പ്രതിഫലം കിട്ടുന്നതാണ്. മുഅ്മിനീങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തി കളിയാ, ഈ ജനങ്ങളെ ഇബാദത്ത് നഷ്ടപ്പെടുത്തി കളിയാ, അതുപോലെ സങ്കടം. ഫിത്ർ സക്കാത്തിന് വേണ്ടി കാശ് വാങ്ങുന്നു,
ഫിത്ർ സക്കാത്തിന് വേണ്ടി കാശല്ല കൊടുക്കണ്ടേ, ഫിത്ർ സക്കാത്തിന് അരിയാ കൊടുക്കണം. ഇനി ഒരാള് ഫിത്ർ സക്കാത്ത് ഒരാളെ ഏൽപ്പിക്കുന്നു കൊടുക്കാൻ വേണ്ടി, ഇപ്പൊ ഞാൻ വരുമ്പോ കാർന്ന് ഒരാൾ വിളിച്ചു ചോദിച്ചു, അദ്ദേഹം ഖത്തറിന്ന് എവിടുന്ന വിളിക്കുക, ഫിത്ർ സക്കാത്ത് വക്കാലത്താക്ക് ഇങ്ങനെ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചാൽ മതി, അദ്ദേഹം കൊടുത്തോളൂ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ അരി വാങ്ങാനുള്ള കാശ് എത്തിച്ചു കൊടുക്കുക, പിന്നെ എത്തിച്ചു കൊടുക്കാണ്ട് പിന്നെ അയാളെ വരെ എടുത്ത് കൊടുക്കാനാ, അത് എത്തിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ആ സമയത്ത് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ധാന്യമാണ്, ഭക്ഷ്യവസ്തുവാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഷാഫി മദ്ഹബുകാരാണ്. ഷാഫി, ഹംബലി, മാലിക്കി മദ്ഹബുകളിലൊക്കെ അങ്ങനെയാണ്. ഹനഫി മദ്ഹബിൽ ഒരു അഭിപ്രായമുണ്ട്, അത് കേസ് കൊടുത്താലും മതി എന്നൊരു അഭിപ്രായമുണ്ട്. നമ്മൾ ഹനഫികളല്ലല്ലോ. അപ്പൊ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് അരിയാണ്. പിന്നെ കമ്മിറ്റിക്ക് കൊടുക്കുന്നതിന്റെ വിധി എന്താണ്? കമ്മിറ്റിക്കല്ല ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി. അങ്ങനെ ഖുർആനിൽ ഒരു സ്ഥലത്തും പറഞ്ഞില്ല കമ്മിറ്റിക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഖുർആനിൽ ഒരു സ്ഥലത്തുമില്ല. ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ എന്ന ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞ സാധുക്കൾക്ക് കൊടുക്കാനാ, കമ്മിറ്റിക്ക് കൊടുക്കാനല്ല. കമ്മിറ്റിക്കാരൊക്കെ വലിയ വലിയ പൈസക്കാരായി, അവർക്കല്ല കൊടുക്കേണ്ടത്. അത് അവര് വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും. അതിനാ നമ്മളെ ഫിത്ർ സക്കാത്ത് വേറൊരുത്തരെ ഏൽപ്പിക്കുന്നത്, നമുക്ക് എന്നാ കൊടുത്താൽ പോരെ. വേറെ ഒരാളെ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാ, ഒരു ദിവസം ഇന്നിപ്പോ ഒരു പ്രസിഡന്റ് തങ്ങളെ ഏൽപ്പിച്ച്, തങ്ങൾ ഇന്ന് രാജിവെച്ച്, വൈകുന്നേരം ഞാൻ ഫിത്ർ സക്കാത്ത് ഏൽപ്പിച്ച്, പിറ്റേന്ന് അയാൾ രാജിവെച്ചു, പിന്നെ അയാൾ എവിടെ ഉണ്ടാകുക? അയാൾക്കെവിടെ അധികാരം ഉണ്ടാകുക? ഇല്ലെങ്കിലും അയാളെ മറ്റേ കമ്മിറ്റിക്കാരെ കൂടി പുറത്താക്കി കൊടുത്തവന്റെ പിന്നെ കാണുമോ? അപ്പൊ ഈ കമ്മിറ്റി എന്ന് പറയുന്നത് നിലനിൽപ്പുള്ള സംഗതിയല്ല. നമ്മുടെ ഇബാദത്തുകളൊന്നും കമ്മിറ്റി ഏൽപ്പിക്കാനുള്ളതല്ല. നമ്മള് ഹജ്ജ് കമ്മിറ്റീനെ ഏൽപ്പിക്കുക, അതുപോലെ തന്നെ നിസ്കാരം കമ്മിറ്റീനെ ഏൽപ്പിക്കുക, നോമ്പ് ഒരു കമ്മിറ്റീനെ ഏൽപ്പിക്കുക, അങ്ങനെ പറ്റുമോ? ഇതൊരു പ്രധാനപ്പെട്ട ഇബാദത്താണ്. ആ ഇബാദത്ത് നിർവഹിച്ചു എന്ന ഉറപ്പ് കിട്ടണം. ആ ഉറപ്പ് കിട്ടുന്ന വിധത്തിലുള്ള ഒരു വ്യക്തിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് അറിവുള്ളവനും തന്റെ ഇടമുള്ളവനും വിശ്വസ്തനുമായിരിക്കണം. പിന്നെ ഒരാൾ ചോദിച്ചൊരു ചോദ്യം, കയമരി കൊടുക്കാമോ എന്നാണ്. കയമരി അരിയുടെ കൂട്ടത്തിൽ നല്ല അരിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമുണ്ടാവും തോന്നില്ല. കയമരി കൊണ്ടും ഭക്ഷണം വെച്ച് കഴിക്കാമല്ലോ, അതുകൊണ്ട് കുഴപ്പമുണ്ടാവും തോന്നില്ല. ഏതായിരുന്നാലും ശരി, ഫിത്ർ സക്കാത്ത് കൊടുക്കണം. പെരുന്നാള് നിസ്കാരം, ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ നിയ്യത്ത് എല്ലാവർക്കും അറിയാം. ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, ഇമാമുണ്ടെങ്കിൽ ഇമാമോട് കൂടെ അല്ലാഹു അക്ബർ, ഇമാമോട് കൂടെ നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യം. ആ നിസ്കാരത്തിലേക്ക് കടന്നാൽ നമ്മൾ വജ്ജഹത്ത് ഓതണം. സാധാരണ നിസ്കാരത്തിന് വജ്ജഹത്ത് ഓതും പോലെ വജ്ജഹത്ത് ഓതണം. അതിനുശേഷം 7 തക്ബീർ ചൊല്ലണം. ഓരോ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയാൽ നല്ലതാണ്. അത് കഴിഞ്ഞ് 7 തക്ബീർ കഴിഞ്ഞതിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതണം. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നാൽ ഒരു 5 തക്ബീർ ചൊല്ലണം. ആ 5 തക്ബീറിന്റെ ഇടയ്ക്ക് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്ന ദിക്ർ ചൊല്ലൽ നല്ലതാണ്. ഇമാമിന്റെ തക്ബീർ നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുന്ന തക്ബീർ കെട്ടുമ്പോഴേ ഇമാമിന്റെ 2-3 തക്ബീർ കഴിഞ്ഞുപോയി. പിന്നെ ഇമാമിന്റെ കൂടെ 4 കിട്ടിയുള്ളൂ എങ്കിൽ ഇമാം സൂറത്തുൽ ഫാത്തിഹ തുടങ്ങിയാൽ പിന്നെ നമ്മളത് പൂർത്തീകരിക്കരുത്. ആ 4 മതിയെന്ന് വെക്കണം. അപ്പൊ ഇമാം ഫാത്തിഹ തുടങ്ങിയാൽ പിന്നെ നമ്മൾ തക്ബീർ ചൊല്ലരുത്. ഇമാം തക്ബീർ ചൊല്ലി അദ്ദേഹം ഫാത്തിഹയിലേക്ക് കടന്നതിന് ശേഷം പിന്നെ നമുക്ക് തക്ബീർ സുന്നത്തില്ല. ഏതായിരുന്നാലും ആ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ നമുക്ക് പടച്ചവനോട് ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഫാത്തിഹ ഓതിയിട്ടുള്ള ദുആ നമ്മുടെ മരിച്ചുപോയ ബാപ്പ ഉമ്മയോടൊക്കെയുള്ള നന്ദി പ്രകടനത്തിന്റെ ഭാഗമാണ്. അതിലും കൂടി പങ്കെടുക്കാൻ നോക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികളിൽ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു പതിവുണ്ട്. അത് വളരെ നല്ല ഒരു പതിവാണ് എന്നാണ് ഞാൻ ഉണർത്തിയത്. പെരുന്നാളിന്റെ അന്ന് പ്രത്യേകം അണച്ചുകൂട്ടൽ സുന്നത്തൊന്നുമില്ല. അണച്ചുകൂട്ടൽ സുന്നത്തുള്ളത് യാത്ര കഴിഞ്ഞ് വരുന്നവർക്കാണ്. യാത്ര കഴിഞ്ഞ് വരുന്നവന് അണച്ചുകൂട്ടൽ സുന്നത്തുണ്ട്. അണച്ചുകൂട്ടാൻ പറ്റുന്നവരാണെങ്കിൽ അണച്ചുകൂട്ടൽ സുന്നത്തുണ്ട്. അണച്ചുകൂട്ടാൻ പറ്റുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ എന്താണ്, അതെ അന്യസ്ത്രീകളും അന്യപുരുഷന്മാരും തമ്മിൽ അണച്ചുകൂട്ടാൻ പാടില്ല എന്ന് ഞാൻ പറയേണ്ടിയില്ലല്ലോ. നമ്മളെ അതുപോലെ തന്നെ ഇനി അന്യപുരുഷന്മാരും അന്യസ്ത്രീകൾ അല്ലെങ്കിലും മകന്റെ ഭാര്യനെ അണച്ചുകൂട്ടുക, അത്തരം പരിപാടികളൊന്നും പറ്റില്ല. ഇതുപോലെ താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികള് അവരെ അണച്ചുകൂട്ടാൻ പാടില്ല. അതുപോലെ സ്വന്തം ബാപ്പയാണെങ്കിൽ കുഴപ്പമുണ്ട് എന്നെല്ലാം പറഞ്ഞതിനർത്ഥം. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ ശിഷ്യന്മാരായാൽ പോലും അവരെ അണച്ചുകൂട്ടാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അവർ യാത്ര കഴിഞ്ഞ് വന്നാലും പാടില്ല. കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യലും അത്തരം കുട്ടികളെ മുസാഫഹത്ത് ചെയ്യലും ഹറാമാണ്. നമ്മളെ ചില രക്ഷിതാക്കന്മാര് വളരെ ബഹുമാനത്തോടെ വന്നിട്ട് കുട്ടികളുടെ ഒരു ഉസ്താദിന് കൈ കൊടുക്കുവാനേ അങ്ങനെ പറയാൻ പാടില്ല.
ഏത് കുട്ടി താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളോട് കൈ കൊടുക്കാൻ വേണ്ടി പറയാൻ പാടില്ല, കൈ കൊടുക്കാനും പാടില്ല, അത് ഹറാമാണെന്ന് തന്നെ പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അത് പാടില്ലാത്ത പണിയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കാം, അവരെ തലയിൽ കൈവച്ച് ദുആ ചെയ്തു കൊടുക്കലുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ തോലും തമ്മിൽ തൊടുന്ന വിധത്തിലുള്ള പരിപാടികൾ പാടില്ലാത്തതാണ്. അത് വലിയ ഒരു സംഗതിയാണ്. ആളുകൾക്ക് പലപ്പോഴും അതിനെ സംബന്ധിച്ച് ബോധമില്ലാത്തതുകൊണ്ട് പല തെറ്റുകളും പലരിൽ നിന്നും സംഭവിച്ചു പോകാറുണ്ട്. അല്ലാഹു തആല എല്ലാ തെറ്റുകളും എല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ. ഓ സുഹൃത്തുക്കളെ, അപ്പോ പ്രത്യേകം ഒരു അണച്ചുകൂട്ടൽ സുന്നത്തൊന്നുമില്ല. എല്ലാവരും അണച്ചുകൂട്ടിയിട്ട് പിരിഞ്ഞു പോയിക്കോളി എന്ന് ചിലപ്പോ ചില മൊയ്ലാമാര് ഈ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഖുതുബയും കഴിഞ്ഞതിന് ശേഷം പറയും. അങ്ങനെ അണച്ചുകൂട്ടണമെന്ന് സുന്നത്തൊന്നുമില്ല. എന്ന് മാത്രമല്ല, അണച്ചുകൂട്ടൽ കറാഹത്താണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഖാദിമുൻ മിൻ സഫർ, യാത്രയിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ അവർക്ക് അണച്ചുകൂട്ടൽ സുന്നത്തുണ്ട്. അല്ലാത്തവർക്ക് അങ്ങനെ അണച്ചുകൂട്ടലില്ല. കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. മുസാഫഹത്ത് ചെയ്യുകയും പരസ്പരം ദുആ ചെയ്യുകയുമാകാം. അതുപോലെ നമുക്ക് അല്ലാത്ത സമയത്തും ഇപ്പൊ ഞാന് ഇന്നലെ ഇവിടെ ഉണ്ട്, ഇന്ന് ഇവിടെ ഉണ്ട്, കയറി വരുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ പിടിച്ചൊന്ന് അണച്ചുകൂട്ടുക. അങ്ങനെ അണച്ചുകൂട്ടലിന്റെ ആവശ്യമില്ല ഞാൻ പറയുന്നത്. അങ്ങനെ അണച്ചുകൂട്ടലില്ല. അതേ സമയത്ത് യാത്രയിൽ വരുന്ന ഒരാളെ അണച്ചുകൂട്ടൽ നല്ലതാണ് എന്ന് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, നീട്ടി സംസാരിക്കുന്നില്ല. കൈപിടിച്ച് ചുംബിക്കുക എന്നത് ബറക്കത്തുള്ള ആളുകളാണെങ്കിൽ അവരെ കൈപിടിച്ച് ചുംബിക്കുന്നതിന് വിരോധമില്ല. അല്ലാത്തവരുടെ കൈപിടിച്ച് ചുംബിക്കൽ ഒരു നിലക്ക് പറഞ്ഞാൽ പണത്തിന്റെ പേരിലോ മറ്റോ ആണെങ്കിൽ പാടില്ല, അധികാരത്തിന്റെ പേരിലാണെങ്കിൽ പാടില്ല. ഇരിക്കട്ടെ, അപ്പൊ കൈപിടിച്ച് ചുംബിക്കൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, ആവശ്യമുള്ളവരായ നല്ല ബറക്കത്തുള്ള ആളുകളാണെങ്കിൽ മാത്രം ചെയ്യാം. പക്ഷേ ബറക്കത്തുള്ളവനാണ് ഞാൻ എന്ന് ചുംബിക്കപ്പെടുന്നവന്റെ മനസ്സിൽ തോന്നാൻ പാടില്ല. മഹാനായ പുല്ലൂക്കര ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, ചുംബിക്കുന്നതാണെങ്കിൽ കൈ വലിക്കാൻ പോണ്ട, ബർക്കത്ത് ഉണ്ടെങ്കിൽ അവരെടുത്തോട്ടെ എന്ന് ഉസ്താദ് പറയാറുണ്ട്. അതിന്റെ പുറമെ ചുംബിക്കുന്നവന്റെ മൂക്കിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കൈ രക്ഷപ്പെടട്ടെ എന്നായിരിക്കണം ചിന്ത. എന്റെ കൈയിന്റെ ബർക്കത്ത് കൊണ്ട് അവന്റെ മൂക്ക് രക്ഷപ്പെടണേ എന്ന് ചിന്തിക്കാൻ പാടില്ല. ഞാനൊരു ബർക്കത്തുള്ളവനാണ് എന്ന് ചിന്തിച്ചാൽ നമ്മളെല്ലാം പൊളിഞ്ഞു പോകും. അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. അഹങ്കാരവും അസൂയയും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും ഒന്നുമില്ലാത്ത തെളിഞ്ഞ മനസ്സോടുകൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നമ്മൾ പെരുന്നാളിന്റെ അന്ന് കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. കുടുംബത്തിൽപ്പെട്ട ആളുകൾ വീടുകളിലൊക്കെ ഒന്ന് പോയാൽ, ഉമ്മാന്റെ അനുജത്തിന്റെ പേർക്ക് പോയാൽ ഉമ്മാന്റെ അനുജത്തിക്ക് വല്ലാത്ത സ്നേഹവും വലിയ സന്തോഷവും ഉണ്ടാവും. അമ്മാമന്റെ പേർക്ക് പോയാൽ അദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടാവും. ബാപ്പാന്റെ അനുജന്റെ പേർക്ക് പോയാൽ സന്തോഷം ഉണ്ടാവും. ബാപ്പാന്റെ ഉമ്മാന്റെയും പേർക്ക് പോകണമെന്ന് ഞാൻ പറയേണ്ടിയില്ലല്ലോ. അങ്ങനെ കുടുംബങ്ങളെ സന്ദർശിക്കുക, അത് നല്ല ഒരു പുണ്യകർമ്മമാണ്. അതുപോലെ കുടുംബങ്ങളുടെ, ഉസ്താദുമാരുടെ, സ്നേഹിക്കുന്ന ജനങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യലും വളരെ നല്ലതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അത് പുണ്യകർമ്മമാണ്. അതിന്റെ പുറമെ ഖബർ സിയാറത്തിന്റെ ഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, തുദക്കിറുൽ ആഖിറ. ഒരുപാട് അമലുകൾക്ക് പല ഫലങ്ങളുണ്ട്. നോമ്പിന്റെ ഫലം പറഞ്ഞു, നിങ്ങൾ മുത്തഖീങ്ങളാകാനാണ്. അതുപോലെ പലതിനും പല ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഖബർ സിയാറത്തിന്റെ ഫലം ആഖിറവിയായ ചിന്ത വരുമെന്നതാണ്. അല്ലാഹു തആല ആ ഖബർ സിയാറത്ത് ചെയ്യുന്നവന് കൊടുക്കുന്ന ഒരു ഫലമാണ്. മരണത്തെക്കുറിച്ചും ആഖിറത്തെക്കുറിച്ചുമുള്ള ചിന്ത ഖബർ സിയാറത്ത് ചെയ്യുന്നവന് പടച്ചവൻ കൊടുക്കുന്നു എന്നത്. അതുകൊണ്ട് ഖബർ സിയാറത്ത് നല്ലതാണ്. ആ ഖബറിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. നല്ലതെല്ലാം നമ്മൾ ചെയ്യണം, മോശമായതെല്ലാം നമ്മൾ ഒഴിവാക്കണം. അങ്ങനെ തഖ്വയോടുകൂടെയുള്ള ജീവിതം നയിക്കണം. പെരുന്നാളിന് ശേഷം 6 ദിവസം നോമ്പെടുക്കണം. അത് വളരെ പുണ്യമായ സുന്നത്താണ്. ഒരു കൊല്ലത്തെ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കും. 6 നോമ്പും കൂടി നമ്മൾ കൂടെ എടുത്താൽ പെരുന്നാളിന് നോമ്പെടുക്കൽ ഹറാമാണ്. അതിന്റെ പിറ്റേ ദിവസം മുതൽക്ക് 6 നോമ്പ് നമ്മളെ നാട്ടിൽ ബൈനോം എന്ന് പറയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് വലിയ ഫലം പറഞ്ഞിട്ടുണ്ട്. റമദാനിലെ നോമ്പിന്റെ പുറമെ 6 നോമ്പ് അതിനോട് തുടർത്തി ശവ്വാലിൽ നിന്ന് നടത്തിയാൽ അവന് 360 കൊല്ലം നോമ്പെടുത്ത പ്രതിഫലമാണ്.
അത് ശവ്വാലിലെ ആദ്യത്തെ ഒന്നാമത്തെ ദിവസം പെരുന്നാൾ കഴിഞ്ഞ് ആദ്യത്തെ 6 ദിനങ്ങളിൽ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ചെയ്തെങ്കിലേ അത് നടക്കൂ, അല്ലെങ്കിൽ പിന്നെ ആകാമെന്ന് ധരിച്ചാൽ അത് നടക്കാൻ പ്രയാസമാണ്. ശവ്വാലിൽ എപ്പോഴും ആകാം എന്നാണ്. അതുകൊണ്ട് ആ സമയത്ത് വല്ലപ്പോഴും വല്ല കാരണത്താലും ഏറ്റവും പുണ്യമുള്ള ആ സമയത്ത് കഴിഞ്ഞില്ലെങ്കിൽ ശവ്വാൽ കഴിയുന്നതിന് മുമ്പ് 6 നോമ്പ് നോൽക്കൽ പുണ്യം തന്നെയാണ്, സുന്നത്താണ്. ഇതുപോലെ സുഹൃത്തുക്കളെ, സുന്നത്തായ നോമ്പുകൾ ഇനിയും നമുക്ക് അയ്യാമുൽ ബീദിന്റെ നോമ്പ് എല്ലാ മാസവും 13, 14, 15 ആ 3 ദിവസത്തെ നോമ്പ് ഒരു മാസത്തിലെടുത്താൽ ഒരു മാസം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലം ലഭിക്കുന്നതാണ്. അയ്യാമുൽ ബീദിന്റെ നോമ്പ് 13, 14, 15 എല്ലാ മാസവും തുടർച്ചയായി നോമ്പെടുത്ത പ്രതിഫലം ഒരു 3 ദിവസത്തെ നോമ്പ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അത് ഓരോ മാസത്തിലും 13, 14, 15ന്റെ നോമ്പാണ്. ഇതുപോലെ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കൽ വളരെ പുണ്യമാണ്. വ്യാഴാഴ്ചയും വലിയ പുണ്യമാണ്. മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന ദിവസങ്ങളാണത്. ആ ദിവസം നോമ്പോടുകൂടിയായാൽ അത് വലിയ സ്ഥാനമാണ്. അതുപോലെ സുന്നത്തായ നോമ്പുകൾ ജീവിതത്തിൽ എടുക്കാൻ ശ്രമിക്കണം. ഈ നോമ്പായതിനു ശേഷം ജമാഅത്തായി തന്നെ നിസ്കരിച്ചവരാണ് നമ്മളിൽ ഏകദേശം ആളുകളും. അല്ലാഹുവേ, ഞങ്ങളുടെ അമലുകളൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. അത് റമദാനിന് മാത്രം കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമല്ല. എല്ലാ ദിവസവും ജമാഅത്തായി തന്നെയാണ് നിസ്കരിക്കേണ്ടത്. അതുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയുന്നവരെല്ലാം പെരുന്നാളിന്റെ അന്നും പെരുന്നാളിന്റെ ശേഷവും ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. പെരുന്നാൾ ദിനം വല്ലാത്ത പുണ്യമുള്ളൊരു ദിനമാണ്. അല്ലാഹു തആല മലക്കുകളോട് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്റെ ഹബീബിന്റെ ഉമ്മത്തുകൾക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കി. അവരൊരു മാസം നോമ്പെടുത്തു, സുന്നത്തായ നിസ്കാരം നിർവഹിച്ചു, തറാവീഹ് നിസ്കരിച്ചു, എന്നിലേക്ക് ഖൽബ് കൊണ്ട് മടങ്ങി ധർമ്മം ചെയ്തു, ഒരുപാട് പുണ്യം ചെയ്തു. അവരിതാ ഇപ്പോൾ വന്ന് ഒന്നിച്ച് നിസ്കരിച്ച് അവര് പിരിഞ്ഞു പോവുകയാണ്. അവർക്ക് മുഴുവൻ ഞാൻ പുറത്തു കൊടുത്തു എന്ന് മലക്കുകളോട് പ്രഖ്യാപിക്കുന്ന സമയം അത് പെരുന്നാൾ ദിനത്തിലാണ്. അതുകൊണ്ട് പെരുന്നാളിന്റെ രാത്രിയും പകലും അല്ലാഹു നമ്മളെ കൊണ്ട് അഭിമാനം പറയുന്ന ദിവസമാണെന്ന ബോധത്തോടെ അല്ലാഹു പൊരുത്തപ്പെടാത്തതൊന്നും ചെയ്യാതെ നല്ല ക്ഷമയോടെ മനക്കരുത്തോടെ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കണമേ യുവാക്കളെ, ചെറുപ്പക്കാരെ. മതിമറന്നു പോകാൻ പാടില്ല. പെരുന്നാളിന്റെ അന്ന് രാവിലെ മരിച്ചുപോയ വീട്ടിൽ ഞാൻ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. പെരുന്നാളിന്റെ വൈകുന്നേരം മരിച്ച വീടുകളുണ്ട്. അതുപോലെ ഏത് സമയത്തും റബ്ബ് വിളിക്കുമ്പോൾ പോകേണ്ടവരാണ് നാം എന്ന ബോധത്തോടെ വേണം പെരുന്നാൾ കഴിക്കാൻ. പെരുന്നാളിന്റെ അന്ന് ഉമ്മ മരണപ്പെട്ടു പോയപ്പോൾ മകനെ തെരഞ്ഞു നോക്കുന്ന സമയത്ത് മകൻ മാഹിയിലോ മറ്റോ മദ്യപിക്കാൻ വേണ്ടി പോയതാണെന്ന റിപ്പോർട്ട് കേട്ടതും എന്റെ ജീവിതത്തിൽ ഓർമ്മയിലുണ്ട്. പടച്ചവൻ എല്ലാ ദോഷവും പുറത്തു നരകത്തിൽ മോചിപ്പിച്ച് പറഞ്ഞേക്കാൻ നോക്കുമ്പോ ആ സമയത്ത് അല്ലാഹു കഠിനമായി വിരോധിച്ച നജസ് കുടിക്കാൻ പോകുന്നവൻ, ആ സമയത്ത് അത് അന്യപെണ്ണുമായി സല്ലപിക്കാൻ പോകുന്നവൻ, ആ സമയത്ത് ഹറാമിലേക്ക് നീങ്ങുന്നവൻ, അവനേക്കാൾ ഭാഗ്യം കെട്ടവനുണ്ടോ? അവനേക്കാൾ ബുദ്ധിയില്ലാത്തവനുണ്ടോ? അതുകൊണ്ട് നല്ല കാര്യങ്ങളിലൂടെയുള്ള ആഘോഷം നമുക്ക് പറ്റും. ഹറാമായതൊന്നും തന്നെ സംഭവിക്കാൻ പാടില്ല. തഖ്വയോടെ ജീവിച്ച് തഖ്വയോടെ മരിക്കണമെന്ന ബോധം നമ്മുടെ ജീവിതത്തിൽ മുഴുക്കെ ഉണ്ടാകണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് പടച്ചവനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകട്ടെ.